യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ആഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണത്തെ കുറിച്ചാണ് നമ്മൾ സഭയിൽ ആഘോഷിച്ചത്. അപ്പോൾ ആ പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പരിശുദ്ധ അമ്മ, ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും പാപത്തിൽ നിന്ന് പാപമേശാതെ ജീവിക്കുകയും ജനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയം ഉടലോടുകൂടി തന്നെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് ഉള്ള വിശ്വാസമാണ് സഭയിലുള്ളത്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാനും ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മേ, എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചാടുകയും അങ്ങനെ എലിസബത്തും ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബത്തിലേക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾ ക്ഷണിക്കുന്നു. പരിശുദ്ധ അമ്മയും ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്ക് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങളെ ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയിൽ ഉളങ്ങി നിന്നിരുന്ന ഗുണങ്ങൾ എളിമയും വിനയവും അനുസരണവും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് സ്വയം താഴ്ത്തിയ കർത്താവിൻ ദാസിനിൻ്റെ വചനം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും ദൈവത്തിന് മുന്നിൽ സ്വന്തം ജീവിതം സമർപ്പിച്ച് ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും ചുമന്നുകൊണ്ട് നടന്ന് അങ്ങനെ കുരിശിൻ ചുവട്ടിൽ ഈശോയെ എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും ഈശോയുടെ കൂടെ നിന്ന് രക്ഷകര പദ്ധതിയിലെ ഈശോയുടെ ദൈവത്തിൻ്റെ രക്ഷകര പദ്ധതിയിൽ ഭാഗവാക്കുകളാവാൻ പരിശുദ്ധ കന്യാമറിയത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സാത്താൻ്റെയും തിന്മയുടെ അടിമത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കാൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ജപമാല ചെല്ലുവാനും അത് നിരന്തരം പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഈശോയെ വളർത്തി പരിശീലിച്ച പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്കും സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയും ഞങ്ങൾ ഓരോരുത്തരെയും വിശ്വാസത്തിൽ അനുനിമിഷം വളർന്നു വരുവാനും തിന്മയ്ക്കെതിരെ പോരാടുവാനും അങ്ങനെ സാത്താൻ്റെ പദ്ധതികളിൽ നിന്ന് കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുവാനും ജപമാല എന്ന ആയുധം എടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടുവാനും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്തിച്ചേരുവാനും ഈശോയെ അനുനിമിഷം ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ചുമന്നുകൊണ്ട് നടന്ന് ഞങ്ങളും ഈശോയുടെ അമ്മയെ ഞങ്ങൾ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെയും ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ദുഃഖങ്ങളിലും നിറഞ്ഞ ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറി പോകുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ ഓരോരുത്തരും അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഇപ്പോൾ ഇവിടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും വന്നിറഞ്ഞ് ഞങ്ങളെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നടന്ന പരിശുദ്ധ അമ്മയെ പോലെ ദൈവവചനം പറയുന്നത് കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഇപ്പോൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഈശോയുടെ ഗുണങ്ങളും സ്വഭാവമഹിമകൾ ഗുണങ്ങളുമെല്ലാം ഞങ്ങൾ ഓരോരുത്തരെയും വന്നറിയുവാനും അങ്ങനെ കൃപകളും ദാനങ്ങളും ധാരാളമായി ഞങ്ങൾ വന്നറിയാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വചനഭാഗത്തിലേക്ക് കടക്കാം. 1950 നവംബർ 1
12-ാം പീയൂസ് മാർപ്പാപ്പയാണ് ഔദ്യോഗികമായും പരിശുദ്ധ കന്യാമറിയത്തെ സ്വർഗാരോഹണം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ മാതാവിനെ കുറിച്ച് 3-4 വിശ്വാസ സത്യങ്ങളാണ് സഭയിലുള്ളത്. 1, പരിശുദ്ധ മറിയം അമോൽബവയാണ്. 2, പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. പരിശുദ്ധ മറിയം ദൈവമാതാവാണ്. പരിശുദ്ധ മറിയം സ്വർഗാരൂപിതയായ അമ്മയാണ്. 1946 മുതൽ പരിശുദ്ധ പിതാക്കന്മാരെല്ലാവരും അഭിപ്രായപ്പെട്ട് ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. സ്വർഗാരോഹണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കന്യാമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിലേക്ക് നമ്മൾ യാത്രയാകുന്നു. അതാണ് നമ്മൾ മരണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്ത പുണ്യപ്രവർത്തനങ്ങളിൽ നിന്നാണ് അനുസൃതമായിട്ടാണ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരീരം മണ്ണിനോട് അഴുകിച്ചേരുകയും എന്നാൽ യേശുവിൻ്റെ 2-ാം വരവിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയും അങ്ങനെ നമ്മുടെ ആത്മാവും ശരീരവും ഒന്നായിത്തീരുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാം നമ്മളിൽ സംഭവിക്കുന്നത്. ഇതെല്ലാം യുഗാന്ത്യത്തിൻ്റെ നാളിലാണ് ശരീരം ഉയർപ്പിക്കപ്പെടുന്നത്. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിൽ ഈ ശരീരത്തിൻ്റെ ഉയർപ്പ് അപ്പോൾ തന്നെ സംഭവിച്ചു എന്നാണ് സ്വർഗാരോഹണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരിച്ചതിന് ശേഷം ആണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് ഉറപ്പിച്ച് പറയുന്നില്ല. 2 തരത്തിലുള്ള വിശ്വാസമാണ് ഇന്ന് സഭയിൽ നിലനിൽക്കുന്നത്. പരിശുദ്ധാമ്മ ശാന്തമായിട്ട് മരിച്ചിരുന്നുവെന്നും തോമ ഒഴികെ ബാക്കി എല്ലാവരും അപ്പസ്തോലന്മാരും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നെന്നും സാധാരണ പോലെ അടക്കം ചെയ്യപ്പെട്ടുവെന്നും 3-ാം ദിവസം തോമാശ്ലീഹ വന്നപ്പോൾ ശേഷം ഉയർത്തപ്പെട്ടു എന്നുമാണ് ഒരു വിശ്വാസം. തോമാശ്ലീഹ 3-ാം ദിവസം വന്നപ്പോൾ ആ മൃതശരീരം കാണാനായിട്ട് നിർബന്ധം പിടിച്ചപ്പോൾ തോമാശ്ലീഹ മാത്രം അവിടെ ആ സമയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നിർബന്ധത്തിന് വഴങ്ങി അവർ ശവക്കല്ലറ തുറക്കപ്പെട്ടപ്പോൾ തുറന്നു നോക്കിയപ്പോൾ മാതാവിൻ്റെ ശരീരം അവിടെ കാണുന്നില്ല. അങ്ങനെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് അന്നു മുതൽ വിശ്വസിക്കുന്നതായിട്ടാണ് പാരമ്പര്യമാണ് കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ മാതാവിനെ ഉറക്കത്തിരുന്നാൾ എന്ന പോലെ അത് ആഘോഷിച്ചിരുന്നു. 7-ാം നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യർ മാതാവിൻ്റെ ഉറക്കത്തിരുന്നാൾ എന്ന പോലെ ആ തിരുനാൾ ആഘോഷിച്ചു പോന്നു. മത്തായി 27-ാം അധ്യായത്തിലെ യേശുവിൻ്റെ മരണസമയത്ത് വിശുദ്ധരുടെ ശരീരങ്ങൾ എഴുന്നേറ്റു എന്ന് നമ്മളതിൽ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവും അതിൻ്റെ ക്രമമനുസരിച്ച് ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കുമെന്നും പ്രഥമസ്ഥാനീയനായിട്ട് അവൻ വളരെ നേരത്തെ തന്നെ നടന്നു എന്നും നിഗമനിക്കുന്നു. സങ്കീർത്തനം 132 നമ്മൾ കാണാൻ സാധിക്കും. അക്ഷയമായ തടി കൊണ്ട് നിർമ്മിച്ച ഒരു വാഗ്ദാന പേടകത്തെക്കുറിച്ച് സങ്കല്പങ്ങളിൽ ഒന്നാണത്. വാഗ്ദാന പേടകം പരിശുദ്ധ കന്യാമറിയത്തെയാണ് ഇവിടെ പ്രതീകമായിട്ട് കാണിക്കുന്നത്.
വാഗ്ദാന പേടകത്തിൻ്റെ അകത്ത് മന്ന ഉണ്ടായിരുന്നു. അഹ്റോന്റെ തളർത്ത വടി ഉണ്ടായിരുന്നു. 10 കൽപ്പനകൾ ആ വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നു. മന്ന യേശുവിൻ്റെ പ്രതീകമാണ് സൂചിപ്പിക്കുന്നത്. യേശുവിനെ ഉദരത്തിൽ സംവഹിക്കുകയും പരിശുദ്ധ കന്യാമറിയം അങ്ങനെ പ്രതീകമായി സഭാപിതാക്കന്മാരെ നിർവചിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയം ശരീരത്തോടുകൂടെ സംവഹിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ കന്യാമറിയത്തെ ദൂതൻ അഭിസംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ എന്നാണ്. കൃപ നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയം ശരീരവും മനസ്സും ശരീരത്തിൽ മൊത്തം കൃപ നിറഞ്ഞ ആ വ്യക്തിക്ക് നശിച്ചു പോകുക എന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശരീരം നശിച്ചു പോകരുത് എന്നത് ദൈവപിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ ശരീരങ്ങൾ ഓരോന്നും വിശദമായി കാത്തുസൂക്ഷിക്കാനായിട്ട് ഇതിലൂടെ നമ്മെ ആവശ്യപ്പെടുന്നു. ഭൗതികമായി നമ്മൾ സ്വതന്ത്രമായും ഭൗതികമായ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ അനുഭവിക്കാനായിട്ട് പാപത്തിൽ നിന്നും തിന്മകളിൽ നിന്ന് പോലും പ്രലോഭനങ്ങളിൽ നിന്നും അടിമപ്പെട്ട അവസ്ഥയിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായി സ്വതന്ത്രമാക്കപ്പെടാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ട അത്യാവശ്യമാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. തിന്മകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണം. തർക്കദോഷങ്ങളിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പരിശുദ്ധ മറിയം ആന്തരികമായി പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഒരു പാപവും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ആത്മീയമായ സ്വാതന്ത്ര്യം പരിശുദ്ധ അമ്മ അനുഭവിച്ചിരുന്നു. ഈശോയെ വഹിച്ചുകൊണ്ട് നടന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശരീരം അതിനില്ലാതായി തീരുവാനായിട്ട് ദൈവം തിരുമനസ് ആയില്ല. ആത്മശരീരങ്ങളോടെ പരിശുദ്ധ കന്യാമറിയത്തെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമുക്ക് കരുതപ്പെടുന്നു. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ആണ് മരണം. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് അത് ഒരു പുതുജീവിതമാണ് നൽകിയത്. 1956 നവംബർ മാസത്തിലെ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം ഒരു വിശ്വാസസത്യമായി 12-ാം പീയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണുണ്ടായത്. 33:15 വചനങ്ങളാണ് അടിസ്ഥാനമാക്കി നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. നീയും സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. പൗരസ്ത്യ സഭാപിതാവായ മാറപ്രേം പ്രസിദ്ധമായ കീർത്തനങ്ങളിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. പാപത്തിന് മുന്നുണ്ടായിരുന്ന ആ പർദീസയുടെ പ്രതീകമാണ് പരിശുദ്ധ കന്യാമറിയം. ആ പർദീസിലേക്കാണ് ദൈവപുത്രൻ ഇറങ്ങി വന്നത്. അവിടെ പാപത്തിൻ്റെ ലാഞ്ചന ഇല്ല. ആദ്യ പാപത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത മരണവും സാത്താനിനു മേലും വിജയം വരിക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധാത്മാവും ഈശോയും തമ്മിലുള്ള ആ ബന്ധമാണ് പരിശുദ്ധ കന്യാമറിയത്തെ നിർമ്മലമായി ഈശോയെ ഹൃദയത്തിലും മാതാവ് സ്വീകരിച്ചു.
ഈശോയെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ച മാതാവിനെ പോലെ നമുക്കും നിർമ്മലരായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശിമിയോൻ മറിയത്തോട് പറഞ്ഞു, നീ ഭാഗ്യവതിയാണ്, ഇവൻ അനേകരെ ഉയർത്തും. ഇവൻ നിസ്സാരക്കാരനല്ല, ഇവൻ അനേകരെ താഴ്ത്തുകയും വിജാതിയർക്ക് വെളിവിൻ്റെ വെളിച്ചം നൽകുകയും ചെയ്യുന്ന ഇവൻ തർക്കത്തിൻ്റെ വിഷയമാണെന്നും അവൻ ശക്തനാണെന്നും ഉണ്ണീശോയെ കൈകൾ ഏന്തിക്കൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തോട് ശിമിയോൻ പറയുന്നത് പ്രവചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ യേശു പരിശുദ്ധ കന്യാമറിയത്തിനോട് പറയുന്നു, ഇവൻ കൃപയുടെയും ശക്തിയുടെയും അടയാളമാണ്. പിന്നെ ശിമിയോൻ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പറഞ്ഞ വചനങ്ങൾ ഓരോന്നും കിരീടമായിട്ടുള്ള വചനം, അനുഗ്രഹമായ ശക്തമായത് അടയാളം തിരിച്ചു കൊടുത്തുകൊണ്ട് അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധൻ പറഞ്ഞു, അനുഗ്രഹം ഒരിക്കലും തീർന്നിട്ടില്ല. സ്വർഗം നിനക്ക് ഒരു അനുഗ്രഹവും തരുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ബൈബിളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു മഹാപ്രബോധനമാണിത്. ഇതിനപ്പുറം ഒരു വലിയ സഹനം നിനക്ക് വരാനായിട്ട് പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് സാധിക്കുന്നത്. ശിമിയോൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അനുഗ്രഹത്തിൻ്റെ അങ്ങേയറ്റം സഹനത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കപ്പെടും. ആ വാൾ നിന്റെ ഹൃദയത്തെ കീറിമുറിക്കും. ആ വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുമെങ്കിലും സ്വർഗം അവളിൽ ഇട്ടിരിക്കുന്ന പേരാണ് സഹനം എന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിലും സങ്കടങ്ങൾക്ക് മുകളിൽ അനുഗ്രഹത്തിൻ്റെ വാൾ ഏറ്റിരിക്കുന്ന അഭിഷേകം നാം ഓരോരുത്തരും തിരിച്ചറിയണം. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൈവം നമുക്ക് തരുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിയാനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് കാണാനായി സാധിക്കും. നമ്മെ ഓരോരുത്തരെയും തകർക്കുന്ന സഹനങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അതെല്ലാം സ്വർഗത്തിലെ അനുഗ്രഹത്തിൻ്റെ വാളാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. റോമ 8:18 കാണാൻ സാധിക്കും, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൽ നിന്നും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പ്രയാസങ്ങൾ നിസ്സാരവുമാണെന്ന് കരുതാൻ നമുക്ക് സാധിക്കും. വേദനകളുടെയും തെറ്റിദ്ധാരണകളുടെയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ചിന്തിക്കാനുള്ള അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള കൃപ ഓരോ സാധനത്തിൻ്റെയും അടിയിൽ ഓരോ അനുഗ്രഹങ്ങളും കൃപകളും സ്നേഹവും വിജയവും അതിൽ ഒളിഞ്ഞിരിക്കുന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഓരോരുത്തർ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് എൻ്റെ സങ്കടങ്ങളുടെ ഇടയിൽ ഒരു മഹത്വമുണ്ട് എന്ന് അറിഞ്ഞാൽ മറിയത്തെ പോലെ സഹനങ്ങളെ എതിരേൽക്കാനായിട്ട് നേരിടാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായിട്ട് തീരും. മറിയത്തിൻ്റെ ശിരസിൻ്റെ മുകളിൽ കിടക്കുന്ന സഹനത്തെ അനുഗ്രഹത്തിൻ്റെ വാളാക്കി മാറ്റാൻ മറിയത്തിന് കഴിഞ്ഞു എന്നതാണ് മറിയത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ദൈവഹിതത്തിന് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്
നൽകുന്ന സഹനങ്ങൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ തിരുമനസ്സിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സാത്താൻ തരുന്ന സഹനങ്ങൾ നമ്മളിൽ നിന്ന് കെട്ടടങ്ങി നീങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സഹനങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള കൃപകൾ സാധിക്കും. സഹനത്തിലൂടെ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളും കൃപകളും ഈ ഭൂമിയിലേക്ക് ദൈവം നൽകുന്നത് സഹനത്തിലൂടെയാണെന്നുള്ള ബോധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ദൈവഹിതമനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങളെ സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് നമുക്ക് സാധിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ സാത്താൻ തരുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയാകും. വെളിപ്പാട് 5-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പുസ്തകച്ചുരുൾ വാങ്ങുവാനും അതിൻ്റെ മുദ്ര തുറക്കുവാനും കുഞ്ഞാടിന് നിനക്ക് യോഗ്യതയുണ്ട്. നിരവധിയായ നിന്റെ രക്തം കൊണ്ട് സകല ജനങ്ങളെയും ഗോത്രങ്ങളെയും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങുകയും നീ ചെയ്തു. നിന്റെ സഹനങ്ങൾ ദൈവപിതാവിന് കൊടുത്ത് ലോകം മുഴുവനെ തന്നെയും വിലയ്ക്ക് വാങ്ങാനായിട്ട് ഈശോയ്ക്ക് അങ്ങനെ സാധിച്ചു. അതുപോലെ നമ്മുടെ ഭവനത്തിൽ വയറ്റിട്ട് നടക്കുന്ന മക്കളെയും ഭർത്താവിനെയും ഒക്കെ വില കൊടുത്ത് വാങ്ങാൻ ദൈവം നമുക്ക് തരുന്ന പണത്തിൻ്റെ പേരാണ് സഹനമെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. സഹനം ഒരു രത്നം പോലെ സ്വർഗപിതാവിനെ കൊടുത്തുകൊണ്ട് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും പിഴച്ച് അത് വിലയില്ലാതെ നശിപ്പിച്ചു കളയാതെ അതെല്ലാം ദൈവത്തിന് കൊടുത്തുകൊണ്ട് സ്വന്തം മക്കളെയും വൈദ്യുതി നടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ നേടാനായിട്ട് നമ്മുടെ വേദനകൾ ദൈവത്തിന് മുമ്പിൽ നമുക്ക് വലിയ വിലയായി സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഓരോന്നും നഷ്ടപ്പെടുത്തി കളയാതെ അവയെല്ലാം ദൈവത്തിന് വേണ്ടിയും വ്യക്തികളെ നേടാനുള്ള ഒരു ആയുധമാക്കിയിട്ട് മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാം പൂർത്തിയാണെന്ന് പറഞ്ഞ് ഈശോ മരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളും ചുറ്റുമുള്ളവർക്ക് നൽകിക്കൊണ്ട് ശൂന്യമായി മരിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുവാൻ നമ്മുടെ കഴിവുകളും ആശയങ്ങളും സ്വപ്നങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ശൂന്യമായി തീരുവാനായിട്ട് നമുക്കും തയ്യാറാവാം. പരിശുദ്ധ കന്യാമറിയത്തെ സ്വർഗ്ഗാരോഹണം ശൂന്യമാക്കലിൻ്റെ ഒരു ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമിയിലെ ഒരു മനുഷ്യന് നൽകാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ കന്യാമറിയം ഈ ഭൂമിയിലേക്ക് ഈശോയെ നൽകി. അങ്ങനെ പരിശുദ്ധ കന്യാമറിയം ഉടലിൻ്റെ ഭാരമില്ലാതെ സ്വർഗത്തിലേക്ക് പറന്നുയരാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിന് സാധിച്ചു. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തെ അഭിസംബോധന ചെയ്ത് കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. മറിയം കർത്താവിനോട് കൂടെയാണ്. കുരിശിൻ്റെ അടിയിൽ ശിഷ്യന്മാരെല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോഴും പരിശുദ്ധ കന്യാമറിയം കർത്താവിൻ്റെ കൂടെ ഒരു ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. അങ്ങനെയുള്ള ശരീരത്തെയും ആത്മാവിനെയും ഈശോയെ വഹിച്ചു കൊണ്ടുനടന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശരീരം
അഴുകുവാനായിട്ട് ദൈവപിതാവ് അനുവദിച്ചില്ല. അങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവന് മൂല്യമുണ്ടെന്നും മനുഷ്യനെ സ്വർഗീയമായ ഉണ്ടെന്നും സ്ഥിരശരീരത്തെ മലിനമാക്കുന്ന സകല പ്രവർത്തികളിൽ നിന്നും നാം വിട്ടുനിൽക്കണമെന്നും സ്വർഗാരോപണ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാം വാർത്തക കൗൺസിലിങ്ങിലെ ജനതകളുടെ പ്രകാശം എന്ന ശാക്രിയ ലേഖനത്തിൽ സഭ പഠിപ്പിക്കുന്നത് ജന്മപാപത്തിൻ്റെ സകല പാപങ്ങളിൽ നിന്നും സ്വതന്ത്രമായ പരിശുദ്ധ കന്യാമറിയം ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആത്മശരീരങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ആണ്. അതേപോലെ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം സ്വർഗത്തിലേക്ക് ആനയിക്കുവാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് ആവശ്യമായി വരും. അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ടും ക്രിസ്തുവിൻ്റെ അമ്മയാകുവാനും പരിശുദ്ധ കന്യാമറിയത്തിന് സാധിച്ചു എന്ന സുവിശേഷങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. മത്തായി സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായി സാധിക്കും, ദൈവഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമെന്ന് ഈശോ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി തീർന്നാൽ നമ്മളും ഈശോയുടെ അമ്മയും സഹോദരൻ സഹോദരിമാരായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള പ്രത്യാശയുടെ വചനമാണ് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗമെന്ന് നമുക്കറിയാൻ സാധിക്കും. ദൈവത്തെ വസിക്കാനായിട്ട് ഇടം നൽകിയവളാണ് പരിശുദ്ധ കന്യാമറിയം. അങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗം തീർത്ത പരിശുദ്ധ മറിയം ഈശോയെ ഉദരത്തിൽ ഒരായുസ് മുഴുവനും ഉദരത്തിലും ഹൃദയത്തിലും യേശുവിനെ പേറിക്കൊണ്ട് അങ്ങനെ ഈ ഭൂമിയിലുള്ള ജീവിതം മുഴുവനും സ്വർഗമാക്കി തീർത്തവളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സ്വർഗം തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം. നമുക്ക് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂര്യനെ ഉടയാടയാക്കിയവ സ്ത്രീ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ നിലവാരമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യനും പ്രീതിയിൽ ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മ ഏറ്റവും വലിയ പുകത്തിലാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. തന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ സ്ഥാനങ്ങളും എത്ര ഭാഗ്യമായവ എന്ന് ജീവിതത്തിൽ ദൈവകരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിട്ട പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം നമുക്കും ഒരു മാതൃകയാണ്. രക്ഷകൻ്റെ അമ്മ തിരുസഭയുടെ മാതാവും പ്രത്യാശയുടെ കരുണയുടെ മാതാവുമായി തീർന്നു പരിശുദ്ധ കന്യാമറിയം. സ്വർഗാരോപണ രാജ്ഞിയായി ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശുദ്ധ അമ്മയും ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപാന്തകാരം നിറഞ്ഞ ലോകത്തിലെ പ്രഭാതതാരം പോലെ ഉദിച്ചുയർത്തിയ അവളാണ് പരിശുദ്ധ അമ്മ.
പരിശുദ്ധമ്മ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകി. നക്ഷത്രമാണ്, ഉദിച്ചു വരുന്ന നക്ഷത്രമാണ്. പരിശുദ്ധമ്മയെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധമ്മ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ സങ്കടങ്ങളിലും കണ്ണീരും പ്രയാസങ്ങളിലും എല്ലാം ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് തീരെ നിർവഹിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി തീരട്ടെ. അങ്ങനെ ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. അവിടുന്ന് പ്രകാശം അയക്കുന്നു, അവിടുന്ന് വിളിച്ചു, ഭയത്തത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചവന് വേണ്ടി അവ മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം. നക്ഷത്രത്തിലെ കന്യകയുടെ അടുക്കലേക്ക് സ്വർഗം ഇറങ്ങി വന്നു. ദൈവം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രകാശിക്കണമെന്ന്. അമ്മ അനേകർക്ക് ജീവിതത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് നടന്നപ്പോൾ മനുഷ്യരെയും പ്രകാശം കൊടുക്കാനായിട്ട് സന്തോഷത്തിൽ നിന്ന് തിരി തെളിയിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതം സ്വർഗത്തിന് വേണ്ടി മിന്നിത്തിളങ്ങിയ ഒരു ജീവിതമാണ്. ജപമാല വഴി പരിശുദ്ധ അമ്മയുടെ സ്പർശനം അനുഭവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ആ മണിയിൽ പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് ആ ജപമാല മണികളിൽ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സ്വർഗത്തിലെ സന്നിധിയിലെത്താനായിട്ട് നമുക്ക് സാധിക്കാം. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന എളിമ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുത്തവളാണ് പരിശുദ്ധ കന്യാമറിയം. ലൂക്ക 1:38 കാണാനായിട്ട് സാധിക്കും. ഇതാ കർത്താവിന്റെ ദാസനിന്റെ വചനമെന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൽ കൂടുതലായി ഒരു ദാനവും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് തരാനായിട്ടില്ല. ആ എളിമയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് അയച്ചത്. അങ്ങനെ നമ്മളിൽ തന്നെ എന്തെങ്കിലും യോഗ്യത കാണാതെ യേശുവിൽ നമ്മുടെ യോഗ്യതകളെല്ലാം കാണാനായിട്ട് നമുക്ക് യേശുവെ, ഞങ്ങൾക്ക് സ്വന്തമായി ഞങ്ങളുടെ സ്വന്തം കഴിവിൽ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ എല്ലാ യോഗ്യതയും കാണാനായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ തന്നിൽ തന്നെ ഒരു യോഗ്യതയായിട്ടൊന്നും കണ്ടില്ല. ആ മനോഭാവമൊന്നും നമുക്ക് വേണ്ടത് ഞാനെന്നത് എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമുക്കോരോരുത്തർക്കും തിരിച്ചറിയാം.
നമ്മുടെ ശക്തം കഴിവിൽ ആശ്രയിക്കുമ്പോൾ, അഹങ്കാരത്തിൽ കഴിയുമ്പോൾ നമ്മൾ പരാജയത്തിലേക്ക് മൂക്കുകുത്താനായിട്ട് സാധ്യതയുണ്ട്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത എളിമയുടെ പ്രാർത്ഥന ലുട്ടീനിയെ ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും വളരെ ശാന്തതയോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകൾ, ബലഹീനതയെക്കുറിച്ച് നമുക്ക് അധികം പ്രയാസപ്പെടേണ്ട കാര്യങ്ങളില്ല. ദൈവമുണ്ട്. ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു ജീവിതശൈലിയാണ് നമുക്ക് എളിമയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മെ കൊണ്ട് പരിഹരിക്കാനായിട്ട് സാധിക്കാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക്, കുറവുകളിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കാൻ പഠിക്കുന്നതാണ് ദൈവം നമ്മളിൽ യോഗ്യതായിട്ട് കാണുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയിലെ സ്വർഗം കണ്ട ഏറ്റവും വലിയ ഗുണമാണ് എളിമ. നമ്മളിൽ എളിമയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കണ്ണുനീര്, പ്രയാസങ്ങൾ കാണാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ചലിക്കുന്ന ഒരു വിശ്വാസവും ജീവിക്കുന്ന ഒരു വിശ്വാസം നമ്മൾ ഓരോരുത്തരിലും കാണാനായിട്ട് സാധിക്കണമെങ്കിൽ പരമ്പരാഗതമായി കിട്ടിയ വിശ്വാസത്തിൽ നിന്ന് മാറി നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റാത്തൊരു നമ്മളിൽ ഓരോരുത്തരിലും ചലിക്കുന്ന ഒരു വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാനായി സാധിക്കും, കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതാണ് ജീവിക്കുന്ന വിശ്വാസം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് നമുക്ക് യാചിക്കാം. വിശ്വാസം വളർത്താനായിട്ട് പറ്റാത്ത ഒരു ജീവിതമാണ് നമ്മളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജാഗ്രതയുള്ള ഒരു പ്രവൃത്തി, ജീവിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് ആർക്കും വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല. വിശ്വാസം സ്വർഗത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഈശോയാണ് നമുക്ക് വിശ്വാസം നമ്മളിൽ ഓരോരുത്തർ നിക്ഷേപിക്കുന്നത്. ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തെ നമ്മൾ ഓരോരുത്തരും വളർത്തിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. ദൈവവുമായുള്ളൊരു കൂടിച്ചേരലിലൂടെയാണ് നമ്മളെ വിശ്വാസം വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നത് വിശ്വാസം വഴിയാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം ചലിക്കുന്ന ഒരു വിശ്വാസമാണ്. അതുപോലെ നമ്മളിലും ചലിക്കുന്ന ഒരു വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കാനായിട്ട് അങ്ങനത്തെ ഒരു നിരന്തരമായൊരു വിശ്വാസം ഞങ്ങൾ ഓരോരുത്തർക്കും പകർന്നു തരണമേ എന്ന് പരിശുദ്ധ അമ്മയിൽ നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ മറ്റൊരു ഗുണമാണ് അനുസരണം എന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ലഭിക്കുന്നില്ല എങ്കിലും അമ്മ അത് നിരന്തരമായി അനുസരിക്കുകയാണ് ചെയ്തത്. യുക്തി അടിയറ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന വീഴ്ച വരുത്താതെ ദൈവഹിതത്തിന് മുന്നിൽ അന്ധമായി അനുസരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ ദൈവത്തെ അനുസരിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് മുന്നിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിക്കാതെ നമുക്ക് പലതും മനസ്സിലാവുന്നില്ലെങ്കിലും പരിശുദ്ധ അമ്മയെ പോലെ അനുസരണ
ദൈവത്തിന് മുന്നിൽ എന്നിൽ നിറവേറട്ടെ എന്ന് അനുസരിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് പരിശുദ്ധ അമ്മയോട് ചോദിച്ചു വാങ്ങാം. അങ്ങനെ സഭയുടെയും കൂട്ടായ്മയെയും അന്ധമായി അനുസരിക്കാനായിട്ട് കൃപ തരണമേന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ചു വാങ്ങാം. വചനം അനുസരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി സ്ഥിരമായ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുത്താനായിട്ട് നിരന്തരമായ പ്രാർത്ഥന നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ജോലിയും വാക്കും പ്രവൃത്തിയും എല്ലാം പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നിരന്തരം ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. നിരന്തരമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള കൃപ തരണമേന്ന് നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കാം. നിരന്തരമായിട്ട് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും വഴി നയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളെല്ലാം ജപമാല മണികളിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോയെ സ്വീകരിച്ച മറിയത്തിൽ വന്ന മാറ്റങ്ങളിലൊന്നാണെന്നും ഈശോ ഹൃദയത്തിലും ശരീരത്തിലും ഒന്ന് നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, കർത്താവിൻ ദാസി നിൻ്റെ വാക്ക് നിറവേറട്ടെ എന്നാണ്. അങ്ങനെയും ജീവിതം മൂലം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കട്ട ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടെ. നമുക്കതേപോലെ ആഗ്രഹങ്ങളും ഭാവനകളും സ്വപ്നങ്ങളും കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ഈശോ നൽകുന്ന എന്നൊരു മാറ്റമാണ് ഈശോ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് സ്വന്തമായ അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ജീവിതമായി ദൈവത്തിൻ്റെ ഹിതത്തിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ വാക്കും ചിന്തകളും പ്രവൃത്തികളുമെല്ലാം ഈശോയുമായിട്ട് താതാത്മ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ശൈലിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുകയും അങ്ങനെ മാതാവ് തൻ്റെ ആ കൃപ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ചർച്ചക്കാരിയായ എലിസബത്തിനെ അന്വേഷിച്ച് മലപ്രദേശത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എലിസബത്തിനെ മാതാവിൻ്റെ സഹായം ആവശ്യപ്പെടുന്നെന്ന് അറിഞ്ഞ പരിശുദ്ധ അമ്മ അവിടേക്ക് കടന്നു ചെല്ലുകയും അങ്ങനെ മാതാവിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു തുള്ളിച്ചാതി എന്നും പറയുന്നു. അതുപോലെ നമ്മെ കാണുമ്പോൾ നമ്മളിലുള്ള ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് സാധിക്കാനായിട്ട് ഇടവരുത്തമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി പ്രവർത്തനങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിൽ നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ടിരിക്കുകയാണ്. മാതാവിൻ്റെ കുടുംബപ്രേക്ഷിതത്വം വലിയ ശുശ്രൂഷ കിട്ടിയ മാതാവ് തൻ്റെ ശുശ്രൂഷ വരം ലഭിച്ചപ്പോൾ പിന്നെ പിറകോട്ട് തിരിഞ്ഞു നോക്കുകയല്ല ചെയ്തത്. കൽപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവനാരും എനിക്ക് ശിഷ്യനല്ല എന്ന ബോധ്യം ഓർത്തുകൊണ്ട് എലിസബത്തിൻ്റെ കുടുംബത്തിലേക്ക് ഓടിപ്പോവുകയാണ് പരിശുദ്ധമ്മ ചെയ്തത്. അതുപോലെ നമ്മളും സുവിശേഷ വേലയിൽ തീഷ്ണുള്ളവരാകാൻ പരിശുദ്ധ മറിയം കാനായിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ ആ കുടുംബത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാരണമായി തീർന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയും ആ വെള്ളം വീഞ്ഞാക്കി തീർക്കുന്ന ആ അത്ഭുതങ്ങൾ ആ കാനായിലെ കല്യാണ വീട്ടിൽ നടക്കാനായിട്ട് കാരണമായി തീർന്നു.
അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സാന്നിധ്യവും നമുക്കോരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ജോൺ രണ്ടാമൻ മാർപ്പാപ്പ കന്യാമറിയത്തിൻ്റെ അപ്പസ്തോലിക ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധ മറിയം സ്വരം കേൾപ്പിക്കുകയും സാന്നിധ്യം നൽകി കൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഉള്ള ഒരു പരിശുദ്ധ അമ്മയാണ്. സഭയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത്. കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധമ്മ അങ്ങനെ സ്വരം വഴി ഈശോയെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ആ സ്വരം ഈശോ ഏറ്റെടുക്കുകയുമാണ്. അങ്ങനെ അത് അവരുടെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കാരണമായി തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്നവരുടെ അടുക്കിലേക്ക് മാത്രമേ നമ്മൾ ഓടിപ്പോകേണ്ട ആവശ്യമുള്ളൂ. പ്രശ്നം സൃഷ്ടിച്ച വേദനകളിലെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അത് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് നമുക്കൊരുത്തർക്കും പരിശ്രമിക്കാം. തിരുവനന്തപുരം ഉച്ചശാലയിൽ ഈശോ കുരിശും തുറക്കപ്പെട്ടതിന് ശേഷം അവരുടെ എല്ലാ ശിഷ്യന്മാരുടെ എല്ലാ മാനസികമായ എല്ലാ മേഖലയിലും ഒത്തി തകർന്നു പോയി. അവർക്ക് ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവർ ഒത്തിരി പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ഈശോ അവരിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു സുരക്ഷിതത്വം മടക്കി കൊണ്ടുവരാനായിട്ട് കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിൽ സഖ്യോന്മാലയിൽ അവരെ ഓരോരുത്തരെയും കൂട്ടിയോജിപ്പിച്ച് നിർത്തിയത് പരിശുദ്ധ കന്യാമറിയമാണ്. നമ്മുടെ കുടുംബത്തിലെ ആത്മീയമായ ജ്വലനങ്ങൾ കടന്നു വരണമെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം വേണം. 10 ദിവസം അവരുടെ ഒപ്പം ഉപവാസത്തിൽ ചിലവഴിക്കുകയും അവരോടൊപ്പം സഖ്യോന്മാലയിൽ ഇരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇടവരുത്തിയതുപോലെ അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ വന്ന് ഇറങ്ങി വരികയും ശക്തി ഇറങ്ങി വരികയും അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തോടെ ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവർ ചെലവഴിക്കുകയും ചെയ്തു. അങ്ങനെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ സഖ്യോന്മാലയിലെ അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയും പരിശുദ്ധ അമ്മയെയും നമ്മൾ ഓരോരുത്തരുടെ കുടുംബത്തിൻ്റെ പ്രഥമ സ്ഥാനത്ത് ഇരുത്തുകയും കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് പരിഹരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ സാന്നിധ്യം പരിശുദ്ധ അമ്മയെ നമുക്ക് ക്ഷണിച്ചു വരുത്താം. നമ്മൾ ഏത് മേഖലയിൽ പ്രയാസപ്പെട്ടിരുന്നു ആ മേഖലയിൽ ദൈവം ഇടപെടാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വഹിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള അമ്മയോട് ചേർന്നുകൊണ്ട് സുവിശേഷ വേല ചെയ്യാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഒരു ഉപകാരണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില ആയുധങ്ങൾ എപ്പോഴും നമ്മുടെ കൈകളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ്. പ്രാർത്ഥിക്കുന്ന ഒരുവനെയും ആർക്കും തകർക്കാനായിട്ട് ഈ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല. സാത്താനെ അവൻ്റെ കോട്ടകളെയും തകർത്ത് കളയാൻ സാധിക്കുന്ന ഒരു ആയുധമാണ് ജപമാല. പിശാചിൻ്റെ തലയെ തകർക്കുന്ന കൂടമാണ് ജപമാല. കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല എന്നത്. നിരന്തരമായി പ്രാർത്ഥിക്കുകയും അനുദപിച്ചുകൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ജപമാല ഭക്തി വഴി നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബത്തിലെ അനർത്ഥങ്ങൾ രോഗങ്ങളെല്ലാം മാറാനായിട്ട് പരിശ്രമയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകം സാധിക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് 7 പുണ്യങ്ങൾ: വിശ്വാസം, ദൈവസ്നേഹം, ദൈവശരണം, എളിമ, ക്ഷമ, അനുസരണം, അരൂപിയിലുള്ള നിലനിൽപ്പ് എന്നിങ്ങനെ പുണ്യത്തിൻ്റെ ആത്മാവിൽ നിറവാനായിട്ട്
ഫലങ്ങൾ ദാനങ്ങൾ ലഭിക്കാനായിട്ട് കാരണമായി തീരുന്നു. നമ്മുടെ ഹൃദയം സ്വന്തം ഹൃദയം പോലെ പിതാവ് ദൈവത്തിന് കാഴ്ചവെക്കുന്ന യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളോർത്ത് ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കാനായിട്ട് എല്ലാ ശുദ്ധിയും ദൈവത്തിന് നമ്മളിൽ നിന്ന് അകത്തിപ്പെടാനും നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയുള്ളതാക്കി തീർക്കാനായിട്ട് നമുക്ക് കാരണമായി തീരുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു. അമ്മ വഴി നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു. സാത്താൻ നമ്മെ കുടുക്കാൻ ഉപയോഗിക്കുന്ന കെണികളിൽ നിന്നും അമ്മ എപ്പോഴും നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ മേലങ്കിലെ പൊതിഞ്ഞ് സൂക്ഷിച്ചു പോകുമ്പോൾ സംരക്ഷിച്ചു കൊണ്ടുവരിക്കാനായിട്ട് നമ്മുടെ ആത്മാവിനെ പൂർണ്ണതയിലേക്ക് നയിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ലോകത്തിലെ ബന്ധനത്തിൽ നിന്ന് വിമുക്തരായും അമ്മ എപ്പോഴും സഹായിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ വിശുദ്ധി കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജയമാല ചൊല്ലുമ്പോൾ നമുക്ക് സാധിക്കും. അങ്ങനെ കൃപകൾ നമ്മൾ നിറയാനായിട്ട് വഴിതെറ്റായതും നേർവഴിക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മെ സഹായിക്കും. സംശയങ്ങളിലെ പ്രകാശം നൽകുന്നതായിരിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. നിരാശയിലെ പ്രത്യാശ നൽകാനും ദുഃഖങ്ങൾ തളരുമ്പോൾ അമ്മയെ ഒന്ന് പരിശുദ്ധ അമ്മ പ്രത്യേകമായി ആലിംഗനം ചെയ്യും. അങ്ങനെയും മറ്റുള്ളവർക്ക് നമ്മേക്കാൾ മുൻഗണന നൽകിക്കൊണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ തരാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാനായിട്ട് ഉള്ള കൃപ അങ്ങനെ നമുക്ക് ലഭിക്കും. ദൈവവുമായി ഒന്നായി തീരാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയുടെ വഴി ജപമാല വഴി നമുക്ക് സാധിക്കും. ഓരോ നിമിഷവും ദൈവം നമ്മെ നോക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മളിൽ നമ്മെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ മറ്റുള്ളവരെ പ്രതിപത്തി നടത്താതെ ദൈവത്തെ പ്രതിപത്തിക്കൊണ്ട് മുന്നേറി ജീവിക്കാനായിട്ടുള്ള കൃപ ആന്തരികമായ സമാധാനം ദൈവം ഈ ലോകത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ ജപമാല ചൊല്ലുന്ന വ്യക്തികൾക്ക് സാധിക്കും. ജ്ഞാനത്തിൻ്റെ പരിപൂർണമായ ജ്ഞാനം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മ നിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ജപമാല ചൊല്ലുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ ഒരു സേനത്തന്നെ നമുക്ക് എപ്പോഴും അമ്മയെ സംരക്ഷണം നമ്മുടെ അമ്മയുടെ കൂടെ നമ്മളെപ്പോഴും ആയിരിക്കുകയും ദൈവസ്നേഹവും പരസ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാനായിട്ട് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് ആത്മാവിനെ പാപരഹിതമായി ജീവിക്കാനായിട്ട് ആത്മാവിനെ എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഇത് മാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. നിസ്സഹായമായ അവസ്ഥയിൽ സഹായമായും നിരാശയിലും നിമിഷങ്ങളിലെ പ്രത്യാശയായും കടന്നു വരുന്ന പരിശുദ്ധ ഈശോ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഈശോ അമ്മയെന്ന് വിളിച്ച മറിയത്തെ നമുക്കും അമ്മയായിട്ട് ഈശോ നമുക്ക് തന്നിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മെയും നോക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കൈപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് നമുക്കൊരു അമ്മയുണ്ട് എന്ന ബോധ്യത്തിൽ ആ അമ്മയിൽ ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ ആ അമ്മയുടെ ജപമാല മുറുകെ കൈ പിടിച്ചുകൊണ്ട് ജപമാല നിരന്തരം ചൊല്ലിക്കൊണ്ട് ഏത് പ്രശ്നങ്ങളിലും തളരാതെ നമ്മൾ ഓരോരുത്തരും ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും കുരിശിൻ്റെ ചുവട്ടിലാണ് നമ്മൾ എത്തിച്ചേരുന്നതെന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഏത് രോഗിയായാലും നിരാശയിൽ അടിമപ്പെട്ട് ഇരിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയിരിക്കാതെ ജപമാല എടുത്തുകൊണ്ട് ആ സാഹചര്യത്തിൽ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യത്തിലും നമ്മൾ ജീവിക്കുന്ന വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതുവഴി എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
ഫാത്തിമയിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ആത്മാക്കളുടെ രക്ഷയ്ക്കായും ജയമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജയമാല പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുക. എത്ര കാഠിന്യമുള്ള പ്രശ്നങ്ങളായാലും ജയമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ആ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയും, ആത്മാവ് രക്ഷ പ്രാപിക്കും കഴിയും. ജയമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും. ഏത് വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ആ ജപമാല ചൊല്ലുന്നത്, ആ വ്യക്തിയുടെ ആത്മാവ് ദൈവം രക്ഷപ്പെടുത്താനായിട്ട് ഇടയാവുകയും ചെയ്യും. ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല എടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ കുടുംബത്തിലെ രോഗത്തിലെ പ്രശ്നങ്ങളിലേക്ക് ദൈവം ഇടപെടാനായിട്ട് തുടങ്ങും. നമ്മെ സഹായിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ മഹാരാജ്ഞിയാണ്. കാരണം സ്വർഗത്തിൽ കൃപാവകളും ദാനങ്ങളുമെല്ലാം നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മ വഴിയാണ്. പിതാവിൻ്റെ കൃപയും പുത്രൻ്റെ പുണ്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും പരിശുദ്ധ അമ്മ വഴി നമുക്ക് നൽകപ്പെടുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വെച്ചുകൊണ്ട് സമർപ്പിച്ച് ഓരോ വ്യക്തിയെയും കുടുംബത്തെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൃപകളും പുണ്യങ്ങളും ദാനങ്ങളും കൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നതായിരിക്കും. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ പരിശീലിപ്പിക്കുന്ന ജോലിയും പരിശുദ്ധ അമ്മയാണ് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. ദൈവൈക്യവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുകയും പരിശുദ്ധ അമ്മ നമ്മളമ്മയായി നമ്മൾ സ്വീകരിക്കുന്ന കാലത്തോളം ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്കൊരിക്കലും വളർന്നു വരാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വന്തം അമ്മയായി തിരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ച് കൃപകളും ദാനങ്ങളും കൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരിലേക്കും ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മെ പരിശ്രമിക്കും, നമ്മെ നയിക്കും. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും നമ്മളിലേക്ക് വർഷിക്കുന്നത് ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നടക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ വഴി നമ്മൾ അമ്മയുടെ കൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് രൂപാന്തരീകരണം വരുത്താനായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുകയും അങ്ങനെ സാത്താൻ്റെ അടിമത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളായിത്തീരും. ജന്മഭാവമില്ലാതെ ജനിച്ച കർമ്മഭാവവുമില്ലാതെ ജനിച്ചവളാണ് പരിശുദ്ധാമ്മ. പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യഗർഭം ധരിച്ച ആ സ്ത്രീയാണ് പരിശുദ്ധാമ്മ. അമ്മ ലോകരക്ഷകൻ്റെ അമ്മയായി തീർന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ആദരിക്കപ്പെട്ടവളാണ് പരിശുദ്ധാമ്മ. ജീവിതത്തിൻ്റെ ആഗ്രഹം നമുക്ക് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ നമുക്ക് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം. സ്ത്രീയുടെ രാജ്ഞിയെ സ്വർഗത്തിൽ വാഴുന്നവളാണ് പരിശുദ്ധാമ്മ. പരിശുദ്ധ ആത്മാവ് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ചേർന്നിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ജപമാല ചൊല്ലാതെ നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. ജീവിതത്തിൽ മേഖലകളിൽ തകർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ അകന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബ പ്രാർത്ഥന ഒരിക്കലും മാറ്റിവെക്കാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കുകൊള്ളാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മയെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കൃപ ജപമാല നമുക്ക് അലങ്കാരമായി മാത്രമായി നമ്മൾ ധരിക്കാതെ അതൊരായുധമായി ജപമാലയെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരായി എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും സാത്താനെ അതിജീവിക്കാനുള്ള ഒരു ബലം ജപമാല വഴി നമുക്ക് സാത്താൻ്റെ പദ്ധതികളെ തകർക്കാനായിട്ട് ജപമാല പ്രാർത്ഥന നമുക്ക് നിരന്തരം ചെല്ലാം. നമ്മുടെ കുടുംബത്തിൽ മേലുള്ള ജീവിത പങ്കാളികളെയും മക്കളുടെ മേലുള്ള സാത്താൻ്റെ പദ്ധതികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് തകർക്കപ്പെടുകയും നമ്മൾ വഴിതെറ്റിപ്പോയ
പോവാതെ അവരെല്ലാം ഇന്ന് വഴിതെറ്റി പോകുന്ന മക്കളെ ഓർത്ത് വേദനിപ്പിക്കുന്ന സകല മാതാപിതാക്കന്മാരും ജയമാല ചൊല്ലിയും മക്കൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ കുടുംബത്തിലേക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വിടുവാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് സാധിക്കും. ജോൺ പുഴൻ്റെ മാർപ്പാപ്പ പറയുന്നുണ്ട്, കൂദാശയിലേക്ക് ഒരുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാലയെന്ന്. കുടുംബം അനുഗ്രഹം പ്രാപിക്കാനുള്ള ശക്തമായ പ്രാർത്ഥനയായ ജപമാല നിരന്തരം ചൊല്ലാനായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ ദൈവത്തിലേക്ക് ആനയിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും വിശ്വാസത്തിലും പ്രത്യാശയിലും എളിമയിലും ആനയിക്കുവാനും സ്വർഗത്തിലെത്തിച്ചേരുവാനും ജപമാല നിരന്തരം ചൊല്ലുവാനും അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം ദൈവത്തിനെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിനെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടന്ന പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും ഈശോയെ വായിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങളും ദാനങ്ങളും എല്ലാം നമ്മൾ വന്നറിയാനായിട്ട് നിരന്തരം ജപമാല ചൊല്ലുവാനായിട്ട് കുടുംബ പ്രാർത്ഥനയും വിശ്വാസത്തോടെ ചേർന്നുവാനും നമ്മുടെ മക്കളെയും വൈദ്യുതി പോകുന്ന മാതാപിതാക്കളെയും വൈദ്യുതി പോകുന്ന തലമുറയൊക്കെ എല്ലാം ജപമാലയിലൂടെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവരെയെല്ലാം ദൈവത്തിലേക്ക് ആനയിക്കുവാനായിട്ട് നമുക്ക് തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമായ ജപമാലയും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ഈശോയെ ചുമന്നുകൊണ്ട് നടന്ന് സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കാനായിട്ട് ശരീരത്തിൽ ദൈവത്തിൻ്റെ ആലയമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ശരീരത്തിൽ ദൈവത്തെ മാറ്റപ്പെടുത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. പാപത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നുകൊണ്ട് നന്മയുടെ പാതയിലേക്ക് ചരിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ട് തീരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ